മെസ്സി കളിക്കുന്ന അർജന്റീന മത്സരം കൊച്ചിയിൽ. നേരത്തെ തിരുവനന്തപുരത്ത് നടത്താനിരുന്ന മത്സരം കൊച്ചിയിലാക്കിയിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സാലി ചേരുന്നുണ്ട്. സാലി, മെസ്സി കളിക്കുന്ന അർജന്റീന മത്സരം ഇപ്പോൾ കൊച്ചിയിലോട്ട് മാറ്റിയിരിക്കുകയാണ്. നേരത്തെ തിരുവനന്തപുരത്തായിരുന്നു നടത്താൻ ഇരുന്നത്. എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? അതായത് അർജന്റീനൻ ടീമും കൊച്ചിയിൽ എത്തുമോ എന്നതായിരുന്നു ഒരു കുറേ ദിവസങ്ങളിലെ ആകാംക്ഷയെങ്കിൽ അത് എത്തും എന്നറിഞ്ഞപ്പോൾ അത് എവിടെയാകും എന്നുള്ളതാണ് ഫുട്ബോൾ പ്രേമികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ കേട്ടിരുന്നത്. ആദ്യം വന്ന വിവരം നമുക്കൊക്കെ അറിയുന്നത് പോലെ കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തിരുവനന്തപുരത്ത് നടത്തും എന്നായിരുന്നു. പക്ഷേ അത് അവിടെയല്ല, കൊച്ചിയിലെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കുക എന്നതാണ് ഇപ്പോൾ ഒടുവിൽ ഔദ്യോഗികമായി തന്നെ നമ്മൾ അറിയുന്നത്. അത് നമുക്കറിയാം, GCDയുടെ ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെൻറ്റ് അതോറിറ്റി, വിശാല കൊച്ചി വികസന അതോറിറ്റിയുടെ ഉടമസ്ഥയിലുള്ളതാണ് കലൂർ സ്റ്റേഡിയം. അത്തരത്തിൽ ഒരു ചർച്ച GCDയെയും ഒക്കെയായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും സ്പോർട്സ് കൗൺസിലൊക്കെ ആയി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ സ്റ്റേഡിയത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ, അതിൻ്റെ ഇരിപ്പിടത്തിൻ്റെ ക്രമീകരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലുള്ള പ്രാഥമിക പരിശോധന ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമായും മനസ്സിലാക്കുന്നത്. അതിനർത്ഥം മെസ്സി കളിക്കുക കൊച്ചിയിലായിരിക്കും എന്നുള്ളതാണ്. ഇനി ഏതാണ് മാസം എന്നുള്ളതാണ്, ഒക്ടോബർ അവസാനമോ നവംബർ ആദ്യമോ എന്നതാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്ന വിവരം. അതിൽ ചില ഏറ്റക്കുറച്ചിലുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയേക്കാം എന്നതിനപ്പുറം മെസ്സി കൊച്ചിയിലെത്തും, മെസ്സി കേരളത്തിലെത്തും, മെസ്സിയും അർജന്റീനൻ ടീമും എത്തുക കൊച്ചിയിലായിരിക്കും, മത്സരവും കൊച്ചിയിലായിരിക്കും എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. അത് ഏതാണ്ട് ഔദ്യോഗിക സ്ഥിരീകരണം എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി GCDയെയും ഔദ്യോഗിക സംവിധാനങ്ങളുമായിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുരക്ഷാ ക്രമീകരണങ്ങൾ, ഇരിപ്പിടങ്ങളുടെ ക്രമീകരണങ്ങൾ, എത്ര പേരെ ഇരുത്തണം, ഇതിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങൾ ഒക്കെയുള്ള കാര്യങ്ങളിൽ പ്രാഥമിക ചർച്ച പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ള നിർണായകവും സുപ്രധാനവുമായ വിവരമാണ് ലഭിക്കുന്നത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മെസ്സിയും അർജന്റീനൻ ടീമും കളിക്കുക കൊച്ചിയിലായിരിക്കും, കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലായിരിക്കും. ആദ്യം തിരുവനന്തപുരം തീരുമാനിച്ചെങ്കിലും അവിടെ നമുക്കറിയാം, അവിടെ ക്രിക്കറ്റ് സ്റ്റേഡിയമായി പരിവർത്തനം ചെയ്ത് അവിടെ ക്രിക്കറ്റ് മത്സരങ്ങൾ നടന്നു വരികയാണ്. അത് തിരിച്ച് ഫുട്ബോൾ സ്റ്റേഡിയമായി, ഫുട്ബോൾ ഗ്രൗണ്ടായി മാറ്റുന്നതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. മാത്രമല്ല, കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം നമുക്കറിയാം കുറേ വർഷങ്ങളായി ISL മത്സരത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുകയാണ്. ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള ഗ്രൗണ്ടായി കൊച്ചിയിലെ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലെ സ്റ്റേഡിയം മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കൊച്ചിയിൽ മത്സരം നടത്തുകയാണ് എളുപ്പവും ഏറ്റവും കാര്യക്ഷമമായി നടത്താൻ കഴിയുക. മറ്റൊന്ന് മധ്യ കേരളത്തിലാണ്, മലബാറിൽ നിന്നാണ് ഏറെ ഫുട്ബോൾ പ്രേമികൾ വരാനുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ ഏതറ്റത്ത് നിന്നും കൊച്ചിയിലെത്താനും മത്സരം കാണാനും, മെസ്സിയുടെ മത്സരം കാണാനും, അർജന്റീൻ ടീമിനെ കാണാനും, അതിൻ്റെ ആവേശം ഉൾക്കൊള്ളാനും ഒക്കെ ഫുട്ബോൾ പ്രേമികൾക്ക്, കായിക പ്രേമികൾക്ക് കഴിയും എന്നുള്ളത് കൂടി പരിഗണിച്ചിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഔദ്യോഗികമായി നമുക്ക് സ്ഥിരീകരിച്ച് നൽകാൻ കഴിയുന്ന വിവരം, മെസ്സി എത്തുക കേരളത്തിൽ, കൊച്ചിയിലായിരിക്കും, മത്സരം കൊച്ചിയിലായിരിക്കും എന്നുള്ളതാണ്. സാലി, ഇപ്പോൾ കളിക്കുന്ന ടീമിനെ പറ്റിയുള്ള സ്ഥിരീകരണം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അക്കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. നമുക്ക് നേരത്തെ അറിയുന്ന പോലെ പ്രദർശന മത്സരത്തിൽ മൊറോക്കോ ഉൾപ്പെടെയുള്ള 1-2 ടീമുകളുടെ പേരുകൾ പരിഗണനയിലുണ്ടായിരുന്നു. അതിൽ ഏത് ടീമാണ് വരിക, അതിൽ ഒരു മത്സരമാണോ 2 മത്സരമാണോ എന്നതിനൊക്കെ സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു 2 മത്സരമായിരിക്കും, അതിലൊന്ന് മൊറോക്കോ ആയിരിക്കും. ആ മത്സരത്തിൽ മത്സരവും കൊച്ചിയിൽ ആകാൻ തന്നെയാണ് സാധ്യത എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ടീമിൻ്റെ പേര് ഏതാണ്, എതിർ ടീം പ്രദർശന മത്സരത്തിൽ അർജന്റീനയ്ക്കൊപ്പം അണിനിരക്കുന്ന ടീം മൊറോക്കോ തന്നെയാണോ എന്നതൊക്കെ സംബന്ധിച്ചൊരു വ്യക്തത കുറവ് ഇപ്പോഴുണ്ട്. ഞാനൊരു സൂചന നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും വരും ദിവസങ്ങളിൽ അക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കും. ഒരു കാര്യം ഉറപ്പാണ്, കൊച്ചിയിലാണ് മത്സരം എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്.